ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ രാഷ്ട്രീയക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഭക്ഷണശാലയുണ്ട്. മനോജ് ചേട്ടന്റെ നാടൻ ഭക്ഷണശാല. അതിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? അങ്ങോട്ടൊന്ന് കാണാം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് നിലമ്പൂര്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമെല്ലാം നിലമ്പൂരിൽ തമ്പടിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഭക്ഷണശാലയുണ്ട് നിലമ്പൂരിൽ. മനോജ് ചേട്ടന്റെ നാടൻ ഭക്ഷണശാല. നമുക്ക് ആ ഭക്ഷണശാലയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിയും കഴിഞ്ഞ് വന്ന് ജോലി ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിനുള്ളിൽ ഒരാളുടെ പരാതി കേൾക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഇതാണത്. ആർക്കും വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇതല്ല. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യുന്നു, ഞാൻ തന്നെ വാങ്ങുന്നു, ഞാൻ തന്നെ കൊടുക്കുന്നു, ഞാൻ തന്നെ സാധനങ്ങൾ കൊണ്ടുവരുന്നു, ഞാൻ തന്നെ പാചകം. രണ്ട് തട്ടുകളാണ്. തട്ടുകട 2 പ്രാവശ്യം നടത്തിയിരുന്നത്. അത് പരാജയപ്പെട്ടല്ല, കുറച്ച് കടത്തിലേക്ക് ഒന്ന് നിർത്തി. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ ചെറുതായിട്ട് ഇനി ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ചെറിയൊരു റൂമില്, കോടതിക്ക് എതിർവശത്ത് ചെറിയൊരു റൂമില് കച്ചവടം ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ഞാനും എന്റെ വൈഫും ഇവിടെ വിചാരിച്ചു കുറച്ച് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു പരിപാടി, കപ്പയും ചെറിയ പരിപാടി രാവിലെ തുടങ്ങി ഒരു വൈകുന്നേരം ഉച്ചയോടുകൂടി നിർത്തി അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു പരിപാടിയെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അടിപൊളി ഭക്ഷണമാണ്, നാച്ചുറൽ ഭക്ഷണമാണ്. നിലമ്പൂർ ഭാഗത്ത് നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി നാച്ചുറൽ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നാൽ മതി. ബിരിയാണി എല്ലാ കടകളിലും ഉപയോഗിക്കുന്ന മസാലകളും, പക്ഷെ ചില വ്യത്യാസങ്ങള്. നാടൻ മില്ലിൽ നിന്ന് വില കൂടിയ സാധനങ്ങളെ മേടിക്കുന്നുള്ളൂ, നാടൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റുള്ള പാക്കറ്റ് മസാലകൾ നമ്മൾ മേടിക്കാറില്ല. ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ ചെയ്യുന്ന അരച്ചു പൊടിച്ച് ചെയ്യുന്ന വ്യത്യാസങ്ങളാണ്. നിലമ്പൂരിൽ വന്നാൽ മനോജ് ചേട്ടന്റെ കടയിലേക്ക് വരാം. നല്ല ഭക്ഷണം കഴിച്ച് മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങാം. ക്യാമറ പേഴ്സൺ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.